ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉത്സവ ദിവസമായിട്ട് നമ്മുടെ പൂജയ്ക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് മാനസയുടെയും ഷാമിയേട്ടയുടെ ഒക്കെ പൂജയായിരുന്നു. വസുവിൻ്റെ നാളിലാണ് കേട്ടോ പൂജ വെച്ചിരുന്നത്. അപ്പം നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞതിന് ശേഷം കണ്ടില്ലേ, വസുക്കുഞ്ഞ് കടുംപായസം കഴിക്കുന്നതാണ് കേട്ടോ. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. അവൻ മാനസയുടെ കയ്യിൽ നിന്ന് അത് വഴക്കിട്ട് വാങ്ങിച്ച് കഴിക്കുകയാണ് കേട്ടോ. അവന് ഒത്തിരി ഇഷ്ടപ്പെട്ടു. മധുരം അവന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നല്ല വെയിലുണ്ടായിരുന്നു, നല്ല ചൂടായിരുന്നു കേട്ടോ. അപ്പം ഞങ്ങൾ അവിടെ ഇരിക്കുകയാണ്, വായനയൊക്കെ കേട്ടുകൊണ്ടിരിക്കുവാണേ. ഉത്സവം കൂടുക, ഇവിടെ വരിക എന്നൊക്കെ പറയുന്നത് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യമാണ്. എൻ്റെ ജീവിതത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളുടെയും മൂലാധാരം എന്ന് പറയുന്നത് ദേവിയാണ് കേട്ടോ. ഇവിടുത്തെ അമ്മയ്ക്ക് നല്ല ശക്തിയാണ്. അതിനുശേഷം നമ്മൾ അവിടുത്തെ ഗണപതി പ്രസാദം കഴിക്കുകയാണ്. എനിക്ക് ഗണപതി പ്രസാദം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വസുക്കുഞ്ഞ് അതും വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. അതിനകത്തെ പഴം ഉണ്ടല്ലോ, പഴം ഇങ്ങനെ ഉടച്ചവന് കൊടുത്തു. അപ്പം മാനസയും വസുക്കുഞ്ഞും ഷാമച്ചൻ്റെ അടുത്തോട്ട് പോയേക്കാണ് കേട്ടോ, ചൂട് സഹിക്കാൻ പറ്റാഞ്ഞിട്ട്. ഞാൻ പക്ഷേ അവിടെ തന്നെ ഇരുന്ന് നമ്മുടെ ഗണപതി പ്രസാദം എല്ലാം കഴിക്കുന്നുണ്ട്. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ അവരുടെ കൂട്ടത്തിൽ തന്നെ പോയിരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇവിടെ വെച്ചിട്ട് ഫുഡൊക്കെ കൊടുക്കുന്നുണ്ട്. ഉച്ചയ്ക്ക് അന്നദാനമൊക്കെ ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതാണ് നമ്മുടെ അമ്പലം, ഇതാണ് സ്റ്റേജ്. ഞങ്ങളവിടെ തന്നെ കുറേ നേരം ഇരുന്നു. കുറേ നേരം ഇരിക്കണമെന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ വന്നത്. അപ്പോൾ അവിടെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റും കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഉച്ചയ്ക്ക് അന്നദാനം കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെ ഉപ്പുമാവും അടിപൊളി കടലക്കറിയായിരുന്നു കേട്ടോ. മാനസയ്ക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് കടലക്കറി ഉപ്പുമാവും ഒക്കെ. അപ്പോൾ അതൊക്കെ കഴിച്ചു. ഞാൻ ഉച്ചയ്ക്ക് സദ്യ ഉണ്ണാന്നുള്ളൊരു ധാരണപ്പുറത്ത് ഉപ്പുമാവൊന്നും കഴിച്ചില്ലായിരുന്നു കേട്ടോ. പക്ഷേ വസുക്കുഞ്ഞ് ചൂട് സഹിക്കാൻ പറ്റാതെ ഭയങ്കര കരച്ചിലായതുകൊണ്ട് ഞങ്ങൾ വീട്ടിലോട്ട് പോയിരുന്നു കേട്ടോ. എന്നാലും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഞാൻ മാനസയുടെ പാത്രത്തിൽ നിന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. ഇപ്പോൾ എനിക്ക് നഷ്ടം തോന്നുന്നു. പിന്നെ ഇപ്രാവശ്യം നമ്മുടെ അമ്പലത്തിൻ്റെ ഉത്സവത്തിന് വലിയൊരു കടയൊക്കെ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഒത്തിരി സന്തോഷമായി. ഞാൻ വളരെ ഹാപ്പിയായി കേട്ടോ അത് കണ്ടപ്പോൾ. കഴിഞ്ഞ വർഷത്തെ ഉത്സവത്തിന് കടകളില്ലായിരുന്നു എന്നല്ല, ഉണ്ടായിരുന്നു. എന്നാലും ഇത്രയും വലിയ കടകളോ ഇത്രയും സാധനങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ലായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പം വളരെ സന്തോഷം തോന്നി. നമ്മുടെ അമ്പലം പുരോഗമിച്ചു, ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്ന് അറിയുന്നതിൻ്റെ ഒരു ഭാഗമാണ് കേട്ടോ ഇത്. അപ്പോൾ അതിൻ്റെ സന്തോഷം അത് വേറെ ഒന്ന് തന്നെയാണ്. കണ്ടില്ലേ, എൻ്റെ കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ട് ഉത്സവത്തിന് വന്നപ്പോൾ എൻ്റെ കുഞ്ഞിന് ഇതൊക്കെ കാണിച്ചു കൊടുക്കാനും വാങ്ങിച്ചു കൊടുക്കാനൊക്കെ പറ്റി. പിന്നെ വൈഗ കുഞ്ഞിനും എനിക്കും മാനസയ്ക്കും ഒക്കെ ഞങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറേ സാധനങ്ങളുണ്ടായിരുന്നു. കളിപ്പാട്ടങ്ങൾ, പിന്നെന്താണ് വള, മാല, കമ്മൽ, അതുപോലെ തന്നെ കുഞ്ഞു പിള്ളേർക്കുള്ള പല ഐറ്റംസ്. പിന്നെ കളിപ്പാട്ടങ്ങളെന്ന് പറഞ്ഞാൽ എല്ലാ കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. കണ്ടില്ലേ, വസുക്കുഞ്ഞിൻ്റെ നോട്ടൊക്കെ കണ്ടില്ലേ. എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഇവിടെ ഇങ്ങനെയൊക്കെയുള്ളൊരു കടകളൊക്കെ വേണമെന്നും. ഇതിപ്പം പകലൊക്കെ ആയതുകൊണ്ടാണ് കേട്ടോ ആളുകളൊക്കെ കുറവുള്ളത്. രാത്രിയിൽ നല്ല അടിപൊളി പരിപാടികളും ഒക്കെ ഉണ്ട്. ഭയങ്കര ആഘോഷവും പാട്ടും ഡാൻസും ഒക്കെയാണ് കേട്ടോ. കഴിഞ്ഞ വർഷം ഞാൻ വീഡിയോ എടുത്തിരുന്നു, പക്ഷേ എനിക്ക് പോസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. വസുക്കുഞ്ഞിനിതാ നല്ലൊരു കിലുക്കൊക്കെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം കേട്ടോ. അപ്പോൾ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ബൈ.